ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രക്ചറൽ ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആണ്. അപ്പോൾ എന്താണ് ക്ലോസ് എന്ന് അറിയാമെങ്കിൽ ഈ ഒരു ഏരിയ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അപ്പം ദിസ് ഈസ് ബേസ്ഡ് ഓൺ ഹൗ മെനി ക്ലോസസ്, അതായത് സബ്ജക്റ്റ് വേർബ് ആ ഒരു കോമ്പിനേഷൻ എന്താണ്, ക്ലോസസ് ഏതൊക്കെ ക്ലോസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്, ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. ഈ രണ്ട് ക്ലോസുകളെയും കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ ഏരിയ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ സ്ട്രക്ചറൽ ടൈപ്സ് ഓഫ് സെൻറ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 4 ടൈപ്സ് ഉണ്ട്. സിമ്പിൾ സെൻറ്റൻസസ്, അതുപോലെ കോമ്പൗണ്ട് സെൻറ്റൻസസ്, കോംപ്ലക്സ് സെൻറ്റൻസസ്, കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസസ്. ഈ 4 ടൈപ്പ് ഓഫ് സെൻറ്റൻസസും ഈ ഒരു സ്ട്രക്ചറൽ ടൈപ്സ് ഓഫ് സെൻറ്റൻസിൻ്റെ ഏരിയയിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം സിമ്പിൾ സെൻറ്റൻസ് എന്താണെന്നുള്ളത്. സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുമ്പം ഇവിടെ ഒരു വൺ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആയിരിക്കും നമുക്കിവിടെ കാണാൻ പറ്റുക. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ കാറ്റ് സ്ലപ്റ്റ് എന്നുള്ളത് ഒരു സെൻറ്റൻസ് നമ്മൾ എടുക്കാം. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കാറ്റ് സ്ലപ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു മീനിങ് ഫുൾ സെൻറ്റൻസ് ആണ് അല്ലേ. അപ്പോൾ അതൊരു വൺ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. അതിനൊരു സബോർഡിനേറ്റ് ആയിട്ടുള്ള ക്ലോസിൻ്റെ ആവശ്യവും വരുന്നില്ല. ഇനി കോമ്പൗണ്ട് സെൻറ്റൻസ് എന്നാണ്. കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുമ്പം അതിൽ 2 ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് നമുക്ക് കാണാൻ പറ്റും. 2 ഇൻഡിപെൻഡൻറ്റ് ക്ലോസും അതിനെ ജോയിൻ ചെയ്തുകൊണ്ട്, അതായത് ജോയിൻഡ് ബൈ എ കോമ ആൻഡ് എ കൺജങ്ഷൻ. കൺജങ്ഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ട് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഫോർ, ആൻഡ്, നോർ, ബട്ട്, ഓർ, യെറ്റ്, സോ, ഇത്രയാണ് നമുക്ക് കൺജക്ഷൻസ് ആയിട്ട് പറയാൻ പറ്റുക. ഇതിന് നമുക്കൊരു കോഡ് വെച്ച് ഓർക്കാം. ഫാൻ ബോയ്സ് എന്ന് നിങ്ങൾ ഓർത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ കൺജങ്ഷൻസും ഓർത്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഫാൻ ബോയ്സിൽ വരുന്ന ഏതെങ്കിലും ഒരു കൺജക്ഷൻ വെച്ചിട്ടാണ് സെൻറ്റൻസ് ഉള്ളതെങ്കിൽ അത് കോമ്പൗണ്ട് സെൻറ്റൻസ് ആണെന്ന് ഈസിലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ദ കാറ്റ് സ്ലെപ്റ്റ് ബട്ട് ദ ഡോഗ് ബാർക്ക്ഡ്. ഇത് രണ്ടും എന്താണ്, രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ക്ലോസുകളാണ്. പക്ഷേ അതിനെ ബട്ട് എന്ന് പറയുന്ന ഒരു കൺജക്ഷൻ വെച്ചിട്ട് യോജിപ്പിച്ചിട്ടാണ് ഈ ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് കിടക്കുന്നത്. ഓക്കെ, അപ്പം ഇതൊരു കോമ്പൗണ്ട് സെൻറ്റൻസിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് വരുന്നത് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. ഇപ്പോൾ കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയുമ്പം ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഒന്നോ അതിലധികമോ ഡിപ്പെൻഡൻറ്റ് ക്ലോസും വരുന്നതിനെയാണ് നമ്മൾ കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് വരുന്നത് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ബിക്കോസ്, ഓൾദോ, സിൻസ്, ഇഫ് എന്ന് പറയുന്ന വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ് ദ കാറ്റ് സ്ലെപ്റ്റ് ഇൻഡോഴ്സ് എന്ന് പറയാം. അതായത് മഴ കാരണം എന്ന് പറഞ്ഞിട്ട് ആദ്യമേ അവിടെ ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് പറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് കോംപ്ലക്സ് സെൻറ്റൻസിൻ്റെ ഒരു എക്സാമ്പിൾ. ഇനി കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. അപ്പം എന്താണ് കോമ്പൗണ്ട്, എന്താണ് കോംപ്ലക്സ് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ടിൻ്റെയും മിക്സ്ചറാണ് ഈ കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസുകൾ എന്നുള്ളത് നമുക്ക് ഈസിലി മനസ്സിലാക്കാം അല്ലേ. അപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് 2 ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഉണ്ടാവും, 1 ഡിപ്പെൻഡൻറ്റ് ക്ലോസസും ഉണ്ടാവും ഓരോന്നിൻ്റെതായിട്ട്. അപ്പം ഇവിടെ അതിനൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ദ കാറ്റ് സ്ലെപ്റ്റ് ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ് ആൻഡ് ദ ഡോഗ് സ്റ്റേഡ് ക്വയറ്റ്. ഡോഗ് സ്റ്റേഡ് ക്വയറ്റ് എന്നുള്ളത് എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പം ഇവിടെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകൾ 1 2 എണ്ണം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിന് ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസും ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം എന്തായി, കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസും നമ്മൾ എന്താണെന്ന് നോക്കിയല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ളത്, സിമ്പിൾ സെൻറ്റൻസ് എന്താണ്, കോമ്പൗണ്ട് സെൻറ്റൻസ് എന്താണ്, കോംപ്ലക്സ് എന്താണ്, കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസുകൾ എങ്ങനെയാണ് എന്നുള്ളതും അതിൻ്റെ എക്സാമ്പിൾസും കണ്ടു. സോ ഈ ഒരു സ്ട്രക്ചറൽ ടൈപ്സ് ഓഫ് സെൻറ്റൻസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടുകളും നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ചെയ്ത് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മളെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ആപ്പ് യൂസ് ചെയ്യാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഓൾ. സീ യു വിത്ത് ദ നെക്സ്റ്റ് ക്ലാസ്.